മക്കളെ 7A ആണ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 200. ഡയറക്റ്റ് മെറ്റീരിയൽ 54, ഡയറക്റ്റ് വേജസ് 40, ഫിക്സഡ് ഓവർഹെഡ് 1,90,000, വാരിയബിൾ ഓവർഹെഡ് 50% ഓഫ് അവിടെ അല്ലേ ചാർജ് 50% ഓഫ് ഡയറക്റ്റ് വേജസ്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് എത്ര ഉണ്ട്? 5% ഉണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് പറയുമ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് 200 ഇല്ല, എത്ര ഉള്ളൂ? മനസ്സിലായോ? നമ്മൾ സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് 5% എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 200 ഇല്ല, 200 5%, 10 കുറച്ചിട്ട് 190 സെല്ലിംഗ് പ്രൈസ്. അത്ര ഉള്ളൂ, നത്തിങ് ഗ്രേറ്റ്. പിന്നെ പറയുന്നത് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ആൽഫ ലിമിറ്റഡ് അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ക്വാളിഫയിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. ആസ്ക് യു നമ്പർ 1 ഏതാണ്? അഡ്വൈസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഓഫ് ദ കമ്പനി. പി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിൽ കോൺട്രിബ്യൂഷൻ കണ്ടൂടെ? കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണണം? 190 സെയിൽസ് എന്ന് വാരിയബിൾ കോസ്റ്റ് മൈനസ് അടിക്ക് എത്ര? 54 ഡയറക്റ്റ് മെറ്റീരിയൽ, 40 ഏതാ? ഡയറക്റ്റ് വേജ്, പിന്നെ 50% ഓഫ് ഏതാണ്? വാരിയബിൾ ഓവർഹെഡ് പറയുമ്പോൾ 50% ഡയറക്റ്റ് വേജ്. ഡയറക്റ്റ് 40 അല്ലേ? 40 50% എത്ര വരും? 20 ലെസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 76 ഡിവൈഡ് ബൈ 190 ഇൻറ്റു 100 അടിച്ചാൽ പി വി റേഷ്യോ കിട്ടും. എത്ര കിട്ടി? 40%. രണ്ടാമത്തത് ക്രിട്ടിക്കലി അസസ് ദ ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻ യൂണിറ്റ് ആൻഡ് ഇൻ റുപ്പീസ്. രണ്ടുണ്ട്. യൂണിറ്റിലാണ് ഇക്വേഷൻ എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? 1,90,000 ഡിവൈഡ് ബൈ 76 എത്ര വരും? 2,500. ഇനി അതിൻ്റെ സെയിൽസ് ഇൻ വാല്യൂ വേണം എന്ത് ചെയ്യണം? ഇൻറ്റു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 190 സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. അപ്പോൾ എത്ര വരും? 4,70,000. കുഴപ്പമില്ലല്ലോ. അടുത്തൊന്ന് ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? ഒന്നുമില്ല, ഇവാലുവേറ്റ് ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇവാലുവേറ്റ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി. അതിൽ ബ്രാക്കറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? റുപ്പീസും കാണണം, പിന്നെ ഏതും കാണണം? സെയിൽസും കാണണം. മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് എന്താ ഇക്വേഷൻ? 2 ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി റേഷ്യോ, അല്ലെങ്കിൽ അതാ ആക്ച്വൽ സെയിൽസ്. ഇവിടെ ആക്ച്വൽ സെയിൽസ് എത്ര അറിയാം? എത്ര യൂണിറ്റ് ആണെന്നുണ്ടാ? ഓക്കെ അല്ലേ? ബ്രേക്ക് ഇവൻ സെയിൽസ് അറിയാം. 4,00,000 എത്ര? 70,000. എത്ര യൂണിറ്റാ? 2,500 യൂണിറ്റ്. അപ്പോൾ അതിന് മുകളിലുള്ളൊരു യൂണിറ്റ് വേണ്ടേ? ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? അങ്ങനെ ഒരു കാൽക്കുലേഷനൊന്നും എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ യൂണിറ്റ് തന്നിട്ടില്ല. യൂണിറ്റ് തരാതെ കണ്ടെത്താനുള്ള വകുപ്പൊന്നും ഇല്ല. ഓക്കെ അല്ലേ? ആൻസർ കീഴിൽ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ഇവിടെ 95,000 കിട്ടിയിട്ടുണ്ട്. 95,000 കിട്ടണമെങ്കിൽ 47,500 97 രണ്ടെണ്ണം. ഓക്കെ, നമുക്കൊരു യൂണിറ്റ് എടുക്കാം. അസ്യൂം ചെയ്യേണ്ടി വരും. ഒരു 4,000 യൂണിറ്റ് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ 4,000 ഇൻറ്റു അടിച്ച 4,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്ര? 190. എത്ര വരും? മൈനസ് 4,70,500. 2,80,000 ബ്രേക്ക് ഇവൻ സെയിൽസ്. റുപ്പീസിലപ്പോൾ കിട്ടില്ല. ഇനി എതിര് കാണും? പെർസെൻറ്റേജ്. അപ്പോൾ എന്താ ഇക്വേഷൻ? ബ്രേക്ക് ഇവൻ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡഡ് ബൈ ഏതാണ്? ഞാൻ പറഞ്ഞ നേരത്തെ തെറ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് കണ്ടത് അല്ലേ? എത്രയാണ്? 3,000 എടുത്തോ, കുഴപ്പമില്ല. അസ്യൂം ചെയ്യുക, വേറെ ഒന്നുമില്ല. ഏതേലും നമ്പർ എടുക്കുക. 4 ഞാൻ പറഞ്ഞു എന്നുള്ളൊരു ഫ്ലോയിൽ. ഓക്കെ അല്ലേ? ഇനി പെർസെൻറ്റേജ് ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് എന്ത് ചെയ്യേണ്ടത്? മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര വരും? ഇപ്പോൾ കണ്ടതിൽ 2,80,500 ഡിവൈഡ് ബൈ
ആക്ച്വൽ സെയിൽസ് എത്ര ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് 7,60,000 ഇൻറ്റു 100 37.5. ആൻസർ കീഴിൽ 9, 16 രണ്ടെണ്ണമൊക്കെ എടുക്കുന്നു. ഓക്കെ അല്ലേ? വേറെ ഏതെങ്കിലുമൊക്കെ നമ്പർ വെച്ചിട്ടാവും നോക്കേണ്ട, വേറെ ഒന്നും വരുത്തൊന്നുമില്ല. ക്ലിയർ? ദെൻ അടുത്ത് 4ാമത്തെ, റെക്കമെൻഡ് നെറ്റ് പ്രോഫിറ്റ് ഇഫ് സെയിൽസ് ആർ 10% ആൻഡ് 20% എബോവ് ബ്രേക്ക് ഇവൻ വോളിയം. സെയിൽസ് എത്രയാണ്? റെക്കമെൻഡ് നെറ്റ് പ്രോഫിറ്റ് സെയിൽസ് 10% ആൻഡ് 20% എബോവ് ദ ബ്രേക്ക് ഇവൻ സെയിൽസ്. ബ്രേക്ക് ഇവൻ വോളിയം. ബ്രേക്ക് ഇവൻ വോളിയം എത്രയാണ്? ബ്രേക്ക് ഇവൻ വോളിയം എത്രയാണ്? 2,500 അല്ലേ മുഴുവനുണ്ട്. ആ 2,500ന്റെ 10% ആണെങ്കിലും പ്രോഫിറ്റ് എത്ര? അപ്പോൾ രണ്ടും വേറെ വേറെ ചെയ്യണം. 10% ആണെങ്കിൽ 2,500ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് 10% കൂടുക, ഇൻക്രീസ് ചെയ്താൽ എത്ര വരും? 2,750 ഇൻറ്റു ഏതാണ് പ്രോഫിറ്റ് വേണ്ടേ? അപ്പം ഇനി സെയിൽസ് അടിക്കേണ്ട ആവശ്യമില്ല, കോൺട്രിബ്യൂഷൻ അടിച്ചാൽ പോരെ. അപ്പോൾ സെയിൽസ് 2,500ന്റെ 10% കണ്ടപ്പോൾ എത്ര വന്ന്? 2,750 ഇൻറ്റു കോൺട്രിബ്യൂഷൻ എത്ര? 76. ഇപ്പോൾ എത്ര വരും? 2,09,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് 1,90,000, 19,000. ഇനി അടുത്ത അപ്പം തന്നെ വേറെ 20% ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക? എന്ത് ക്വസ്റ്റ്യനെ പറ്റി? 2,500ന്റെ 120% കാണും ഇൻറ്റു 76. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 28 മൈനസ് 1,90,000, 38,000. അത്ര ടാക്സ്. മനസ്സിലായ? ബ്രേക്ക് ഇവൻ പോയിന്റ് 10% പിന്നെ ഏതാണ്? 20% കൂടിയാൽ എന്തായിരിക്കും? എന്ത് പ്രോഫിറ്റ്? അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെക്കാക്കും. ഏതാണ്? 3ാമത്തെ സിറ്റുവേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്ക്യൂസ് മീ. ഐതിഹ്യം നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരാൻ പോകുന്നത്. ഒന്ന് വായിച്ചാൽ, ഒരു കമ്പനി അംബ്രല മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. എന്താണ് അംബ്രല? ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു ട്രൈ ചെയ്തു. ഹലോ, പറയാം. ശംഷേൻ്റെ ഞാൻ വിളിച്ചോ. ഇവിടുന്ന് മേടിച്ചു വിടുന്ന നോക്കില്ലേ? കൊട അംബ്രല മാനുഫാക്ചറിങ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് 5 പെർ പീസാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു കുട വിറ്റാൽ എത്ര രൂപ അവർ സമ്പാദിക്കുന്നുണ്ട്? 5 രൂപ. സെല്ലിംഗ് പ്രൈസ് എത്ര? 28.60. ബൈ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് 12,000 പീസ്, അഥവാ 60% ഓഫ് ദ കപ്പാസിറ്റി. ഇപ്പം നിലവിൽ 12,000 എന്ത് ചെയ്യുന്നുണ്ട്? കുട വെക്കുന്നുണ്ട് അല്ലേ? അല്ലടാ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരെണ്ണത്തിന് 5 രൂപ വെച്ച് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്. ഒരു രസം എന്താണെന്ന് വെച്ചാൽ 12,000 എന്ന് പറഞ്ഞാൽ അവരുടെ ഫുൾ കപ്പാസിറ്റി അല്ല, 60%. അവർക്ക് ഇനി എത്ര കുട ഉണ്ടാക്കാൻ പറ്റും? 40%. 40%ത്തിന് ഇപ്പോഴും എത്ര? 12,000 രൂപ ഇട്ട് 60 40,000 ടോട്ടൽ 20,000. അപ്പം ഇനി എത്ര കൂടെ ഉണ്ടാക്കാൻ പറ്റും? 8,000 കൂടെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി. ഓക്കെ അല്ലേ? അപ്പം നിലവിൽ അവരുടെ പ്രോഫിറ്റ് എങ്ങനെ കാണാം? സെയിൽസ് എത്ര ഉള്ളത്? 28.60 അല്ലേ? അതിൽ നിന്ന് കുറയ്ക്കാം, വാരിയബിൾ കോസ്റ്റുകൾ കുറയ്ക്കാം. വാരിയബിൾ കോസ്റ്റുകളിലൂടെ കണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര ഉണ്ട്? 7. പിന്നെ എന്താ ഡയറക്റ്റ് വേജസ് എത്ര ഉണ്ട്? 2.50. വർക്ക്സ് ഓവറുടെ 50%. അതിൽ ചെയ്യാൻ വരട്ടെ. ഇനി
അടുത്ത ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, മാറ്റം കണ്ട് എന്തായാലും വായിച്ചുവിടാം. ഡയറക്റ്റിൽ 7 രൂപ, ഡയറക്റ്റ് വേജസ് 2 രൂപ, വർക്ക്സ് ഓവർഹെഡിൻ്റെ 50% ഫിക്സ്ഡ്, 12.50, സെയിൽസ് ഓവർഹെഡിൻ്റെ 25% വേരിയബിൾ, അപ്പോൾ 75% എന്താണ് ഫിക്സ്ഡ്, 1 രൂപ 60 പൈസ. During the current year, he intended to produce the same number but anticipate that the next fixed charge എത്ര ശതമാനം കൂടും? 10%. ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് സാധനം. ഫിക്സ്ഡ് ചാർജ് എത്ര കൂടും? 10% കൂടും. പിന്നെ ലേബർ റേറ്റും മെറ്റീരിയലും എത്ര ശതമാനം വെച്ച് ഇൻക്രീസ് ചെയ്യും? 8%, 6% വെച്ച് ഇൻക്രീസ് ചെയ്യും. ബട്ട് ഹി ഹാസ് നോ ഓപ്ഷൻ ഓഫ് ഇൻക്രീസിങ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ അയാൾക്കില്ല. ചോദ്യം എന്താ മെയിനായിട്ട്? അണ്ടർ ദി സിറ്റുവേഷൻ ഹി ഒബ്റ്റെയിൻ ആൻ ഓഫർ ഫ്രം 20% ഓഫ് ദ കപ്പാസിറ്റി. 20% ഓഫ് കപ്പാസിറ്റി പറയുമ്പോൾ എത്ര യൂണിറ്റിനുള്ള ഓഫർ കിട്ടിയത്? 20% ഈക്വൽ ആയിട്ടുള്ള 4000. മൊത്തം 40% ഈക്വൽ 8000 ആണെങ്കിൽ 20% എത്രയായിരിക്കും? 4000. 4000 യൂണിറ്റുള്ള കിട്ടി. എന്നിട്ട് മിസ്റ്റർ Lowry approach you as a cost accountant and ask you advice minimum price of the unit accepted. അഥവാ 20,000 യൂണിറ്റിലെ ഈ 4000 യൂണിറ്റിലെ ഈ 4000 യൂണിറ്റിന്റെ മിനിമം പ്രൈസ് ആണ് പറയുന്നത്. അയാൾക്കൊരു ഓവറോൾ ടാർഗറ്റ് എത്ര രൂപ പ്രോഫിറ്റ് വേണം? 70. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ, ഞാനാണ് ലൗറി എന്ന് വിചാരിക്കും, എനിക്ക് 70,000 രൂപ പ്രോഫിറ്റ് കിട്ടണം. ഈ 70,000 പ്രോഫിറ്റ് എനിക്ക് 2 സ്ഥലത്ത് നിന്ന് വേണം റിക്കവർ ചെയ്യാൻ. ഒന്ന് എക്സിസ്റ്റിംഗ് യൂണിറ്റായ 12,000 നിന്നും. അപ്പോൾ നിലവിൽ 12,000 നിന്ന് എത്ര പ്രോഫിറ്റ് എന്ന് കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ 50,000 കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി 70,000 എൻ്റെ ടാർഗറ്റിലേക്ക് എത്ര വേണം? 20,000. ആ 20,000 ആയിരിക്കണം എൻ്റെ ഈ പറയുന്ന 4,000 യൂണിറ്റിൽ നിന്ന് അഡീഷണൽ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അത് കാണുമ്പോൾ ഈ 4,000 ഏത് കോസ്റ്റ് മാത്രം എടുത്താൽ മതി? വാരിയബിൾ കോസ്റ്റ് മാത്രം എടുത്താൽ മതി. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് എവിടെ കവർ ആണ്? 12,000 ഉണ്ടാകുമ്പോൾ. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഏതാണ്? പ്രോഫിറ്റ് റിക്കവേർഡ് ഫ്രം ദീസ് 4,000 യൂണിറ്റ് എടുത്താൽ മതി. ഓർമ്മ ഉണ്ട്? അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്ലാസ് എന്തെല്ലാം ഫയർ. യെസ്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് കാണണം? നിലവിലെ പ്രോഫിറ്റ് കാണണം. അതാണ് ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നിലവിലെ പ്രോഫിറ്റ് ഇതവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാ പറയാം. സെയിൽസ് 28.60. സെല്ലിംഗ് പ്രൈസ് കൂട്ടാൻ പറ്റില്ല എന്ന് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഡയറക്റ്റ് മെറ്റീരിയലിൽ എത്ര ശതമാനം കൂടുന്നു? 6%. കണ്ടില്ലേ? തെറ്റെടുത്തിട്ടാ ഇവിടെ വായിക്കുമ്പോൾ ലേബർ മെറ്റീരിയൽ, ആദ്യം ലേബറാണ് 8, മറ്റേ 6%. അപ്പോൾ എങ്ങനെ വരും? എടുത്ത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കും. 7.106%. എത്ര വരും? 7.4. ആക്റ്റീവായിട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കുന്ന പൊട്ടം ബിസ്ക്കറ്റിൻ്റെ ആളുകളാണ് പിന്നെ ഇരുന്ന് 2 കൊണ്ട് എന്ത് ചെയ്യുന്നത്? അടുത്തതാണ് 2.5 എത്ര ശതമാനം? 108%. 2.7. ദെൻ വർക്ക്സ് ഓവർഹെഡ് 50% ഫിക്സ്ഡ് അല്ല. അപ്പോൾ 12.5-ൻ്റെ 50% എടുക്കും. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നിട്ട് പറയുന്നുണ്ടാ? ഇല്ല. ഫിക്സഡിൻ്റെ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 6.25. സെല്ലിംഗ് ഓവർഹെഡ് ഇതുപോലെ തന്നെ 1.60-യുടെ 25% എടുക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 28.60 എന്ത് കുറച്ചാൽ മതി? ഈ വാരിയബിൾ കോസ്റ്റുകളൊക്കെ കുറയ്ക്കാം. കൺട്രോൾ കുറച്ച് കൊടുക്കാം. ഇതൊക്കെ കുറയ്ക്കാം. എത്ര വരും? 5. 11.83. ഓക്കെ അല്ലേ? 28.60 ഇത്രയും കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 11.83. എത്ര യൂണിറ്റ് നമ്മൾ വിൽക്കുന്നത്? 2,000 അല്ലേ? അപ്പോൾ 2,000 × 11.83 എത്ര വരും? 1,41,960 12,000 × 11.83 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് കാണും അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ കാണാം? 2 കോമ്പണൻ്റില്ല ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത്. ശ്രദ്ധിച്ചിരുന്നോട്ടാ? ശ്രദ്ധിച്ചിരുന്നോ? ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ 12.50 അല്ലേ? 12.50-ൻ്റെ 50%. 6.25 × 12,000. അതിൻ്റെ എത്ര ശതമാനം കൂടുന്നത്? 10%. 110%. 82,500. അതേപോലെ തന്നെ കണ്ടു 1.60-യുടെ 75% കാണാം. 1.60-യുടെ 75% കാണാം. ഇൻറ്റു 12,000 അടിക്കാം. അതിൻ്റെയും 10% കൂടുന്നുണ്ട്. ഇൻറ്റു 110%. 15 ഓക്കെ. അങ്ങനെ 1,41,960 82,500 15,840 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 43,600. ദിസ് ഈസ് ദ പ്രോഫിറ്റ്
ജനറേറ്റഡ് ഫ്രം എക്സിസ്റ്റിംഗ് 12,000 യൂണിറ്റ്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ടാർഗറ്റ് എത്ര? 70,000 അല്ലേ? 43,620 ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ബാലൻസ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? എത്ര എമൗണ്ട് വരാം? 26,380. ഇത്രയും പ്രോഫിറ്റ് നമ്മൾ ഇവിടെ നിന്ന് റിക്കവർ ചെയ്യണം. പറ 4,000. അപ്പൊ 4,000 കോസ്റ്റ് ആണ് എങ്ങനെയാണ്? ഓർഡർ 20, 4,000. ശരി, ഓർഡർ 4,000 എങ്ങനെ കണ്ടെന്നുള്ളതാണ്. 12,000 രൂപയുടെ 65. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് എത്ര വരാം? വാരിയബിൾ കോസ്റ്റ് ഇവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. 11.77. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 4,000 ഇൻറ്റു 16.77 അല്ലേ? ഉറപ്പല്ല. അപ്പോൾ എത്ര വരും? 4,000 ഇൻറ്റു 16.77 പ്ലസ് ഏതാണ് ഈ പറയുന്ന റിക്കവറി ചെയ്യേണ്ട 26,380 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവരുടെ ടോട്ടൽ സെയിൽസ് വാല്യൂ. ഡിവൈഡഡ് ബൈ 4,000 അടിച്ചാൽ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കിട്ടും. എത്ര? 23.36. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ എക്സ്ട്രാ ഓർഡറിൻ്റെ സെയിലിംഗ് പ്രൈസ് ആണല്ലോ ഇക്വേഷൻ. എങ്ങനെ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഏതാണ്? റിമൈനിങ് ടാർഗറ്റ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? അതാണ് മിനിമം പ്രൈസ് പറയുന്നത്. ശരിയാണ്, വേറെ ഒന്നും പറയാനില്ല. ദാറ്റ്സ് ഓൾ. അടുത്തെന്ത് പറയണം? ഇത് കഴിഞ്ഞിട്ട് മതി അല്ലേ? ശരി.